ജിഷ വധക്കേസിൽ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിയെ പിന്തുണച്ച് ഹൈക്കോടതി. അന്വേഷണ ഉദ്യോഗസ്ഥർ നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണമെന്ന കംപ്ലയിന്റ് അതോറിറ്റിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യാൻ ഹൈക്കോടതി വിസമ്മതിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥർ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി മുമ്പാകെ നേരിട്ട് ഹാജരാകുകയാണ് ഉചിതമെന്ന് കോടതി പറഞ്ഞു. IG സമർപ്പിച്ച ഹർജിയിൽ നാളെ കോടതി വിധി പറയും. ജിഷ വധക്കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണമെന്ന പോലീസ് കംപ്ലയൻസ് അതോറിറ്റിയുടെ നിർദ്ദേശം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു IG മഹിപാൽ യാദവ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഹർജിയിൽ വിശദമായ വാദം കേട്ട കോടതി അതോറിറ്റിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ചു. നാളെ ഇത് സംബന്ധിച്ച് അന്തിമ ഉത്തരവ് ഹൈക്കോടതി പുറപ്പെടുവിക്കും. എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥർ പോലീസ് കംപ്ലയൻസ് അതോറിറ്റി മുമ്പാകെ നേരിട്ട് ഹാജരാകുകയായിരുന്നു ഉചിതമെന്ന് ജസ്റ്റിസ് PB സുരേഷ് കുമാർ വാക്കാൽ പരാമർശിച്ചു. നിയമാനുസൃതം രൂപീകരിച്ച സംവിധാനമാണ് പോലീസ് കംപ്ലയൻസ് അതോറിറ്റി. ഈ സാഹചര്യത്തിൽ IG കത്തയക്കുകയായിരുന്നില്ല വേണ്ടത് എന്നും ഹൈക്കോടതി പറഞ്ഞു. ജൂൺ 2-ന് ഹാജരാകാനാണ് പോലീസ് കംപ്ലയൻസ് അതോറിറ്റി മുൻ അന്വേഷണ സംഘത്തോട് നിർദ്ദേശിച്ചിരുന്നത്. ഇത്തരം നിർദ്ദേശം നൽകാൻ അതോറിറ്റിക്ക് അധികാരമില്ലെന്നായിരുന്നു IGയുടെ വാദം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പോലീസിൽ നീതിപാലനവും കുറ്റാന്വേഷണവും വേർതിരിക്കുമെന്ന് DGP ലോക്നാഥ് ബെഹ്റ പീപ്പിൾ TVയോട് പറഞ്ഞു. പോലീസിലെ അഴിമതിക്കാരോട് സീറോ ടോളറൻസ് സമീപനമാകും ഉണ്ടാകുക. കേരള പോലീസിനെ സാങ്കേതിക മികവിൽ ഇന്ത്യയിലെ 1-ാം നമ്പർ സേനയാക്കുമെന്നും ബെഹ്റ കൂട്ടിച്ചേർത്തു. ക്രമസമാധാന പാലനത്തിന്റെ ചുമതലയുള്ള സംസ്ഥാന പോലീസ് മേധാവിയായി നിലവിൽ ഫയർഫോഴ്സ് കമാൻഡന്റ് ജനറലായി പ്രവർത്തിക്കുന്ന ലോക്നാഥ് ബെഹ്റ ഇന്നു മുതൽ മാറിത്തീരുകയാണ്. അദ്ദേഹമാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. DGP ആയി നിയമിക്കപ്പെടുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്നും ഇത് തന്റെ ഭാഗ്യമാണെന്നും കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ലോക്നാഥ് ബെഹ്റ സംസാരിച്ചു തുടങ്ങിയത്. പോലീസ് സ്റ്റേഷനുകളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ പരിശോധന ഇനി മുതൽ നിർബന്ധമാക്കും. ശാസ്ത്രീയ കുറ്റാന്വേഷണ രീതി പോലീസിനുള്ളിൽ നടപ്പിലാക്കും. ഇതിനായി സാങ്കേതിക വൈദഗ്ധ്യമുള്ള ഉദ്യോഗസ്ഥരെ വാർത്തെടുക്കുമെന്നും ലോക്നാഥ് ബെഹ്റ പറഞ്ഞു. ഞാൻ ഒരു കാര്യം പറയാം. ഇതിൽ ബേസിക് പോലീസിംഗ് വിത്ത് മോഡേൺ ഔട്ട്ലുക്ക് ഇത് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഈ കേരള പോലീസ് ടെക്നോളജി നമ്പർ 1 ആക്കും. ഉദ്യോഗസ്ഥരുടെ അപജയം മൂലം ചുവപ്പ് നാളയിൽ കുടുങ്ങി കേന്ദ്ര ഫണ്ടുകൾ നഷ്ടമാകുന്ന അവസ്ഥ ഉണ്ടാവില്ലെന്നും നിയുക്ത DGP പീപ്പിൾ TVയോട് പറഞ്ഞു. കുറ്റാന്വേഷണവും നീതി നിർവഹണവും 2 മേഖലകളായി തിരിക്കുമെന്നും ലോക്നാഥ് ബെഹ്റ പറഞ്ഞു. ക്രമസമാധാനവും നീതി നിർവഹണവും രണ്ടാക്കുക എന്നത് കഴിഞ്ഞ കുറേ നാളുകളായി ഹൈക്കോടതി അടക്കം പറയുന്ന ഒരു കാര്യമാണ്. അങ്ങനെ രണ്ടായി കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? യെസ്, അപ്പോൾ ഞാൻ നടപ്പാക്കും. സംസ്ഥാന പോലീസിനുള്ളിൽ സമഗ്രമായ അഴിച്ചുപണിയും സമൂലമായ മാറ്റവും കൊണ്ടുവരുമെന്ന് തന്നെയാണ് ശ്രീ ലോക്നാഥ് ബെഹ്റ കൈരളി പീപ്പിൾ TVയോട് പറഞ്ഞത്. ക്യാമറമാൻ അജിത്തിനൊപ്പം S ജീവൻകുമാർ, തിരുവനന്തപുരം. ക്രമസമാധാന പാലനത്തിന്റെ ചുമതലയുള്ള DGP പദവിയിൽ നിന്ന് ഒഴിവാക്കിയതിൽ സെൻകുമാറിന് അതൃപ്തി. തന്നെ മാറ്റിയത് ചട്ടപ്രകാരമല്ലെന്നും ഇതിനെതിരെ തനിക്ക് വേണമെങ്കിൽ കോടതിയെ സമീപിക്കാമെന്നും സെൻകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. എത്ര ശ്രമിച്ചാലും തനിക്ക് ബെഹ്റയെ പോലെയാകാൻ കഴിയില്ലെന്നും സെൻകുമാറിന്റെ ഒളിയമ്പ്. ഏത് സ്ഥാനതലജനത്തിനും അതിന്റേതായ സന്ദേശമുണ്ടാകുമെന്ന് DGP ജേക്കബ് തോമസ് പ്രതികരിച്ചു. സെൻകുമാറിനുള്ള മറുപടി പിന്നീട് പറയാമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പറഞ്ഞു. സംസ്ഥാന പോലീസിലെ താക്കോൽ സ്ഥാനങ്ങളിൽ അഴിച്ചുപണി തുടങ്ങിയതിനു പിന്നാലെ സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട TP സെൻകുമാർ സർക്കാരിനെതിരെ വിമർശനവുമായി രംഗത്തെത്തി. ചട്ടപ്രകാരമല്ല സ്ഥലമാറ്റമെന്നും തനിക്ക് വേണമെങ്കിൽ കോടതിയെ സമീപിക്കാവുന്നതേ ഉള്ളൂ എന്നും അദ്ദേഹം പ്രതികരിച്ചു. ഇപ്പം നിയമപരമായിട്ട് ഇതിലുള്ള തെറ്റുകളൊക്കെ എനിക്കറിയാം. സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റിൻ്റെ വയലേഷൻ പ്രകാശ് സിംഗ് കേസിൻ്റെ ഉണ്ട്, അതുപോലെ കേരള പോലീസ് ആക്ടിൻ്റെ വയലേഷൻ ഉണ്ട്. ഇതൊക്കെ അറിയാം. എന്നാൽ അങ്ങനെ ഒരു ഇതിൽ പറ്റിയുകൊണ്ട് എനിക്ക് ഐ മേ സ്റ്റിൽ യൂസ് മൈ ലീഗൽ ഓപ്ഷൻ. തന്റെ പിൻഗാമിയായി DGP ബാറ്റൺ ഏറ്റുവാങ്ങുന്ന ലോക്നാഥ് ബെഹ്റയ്ക്കും കിട്ടി സെൻകുമാറിന്റെ കയ്യിൽ നിന്നും മുനവച്ച 2 വാക്ക്. കാരണം ഐ ഡോണ്ട് ഹാവ് എനി എന്താ പറയുന്നത് ക്ലബ്ബോ അല്ലെങ്കിൽ മറ്റേ ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ എന്താ പറയുന്നത് 5 സ്റ്റാർ ഡിന്നറോ ഒന്നുമില്ല. സ്റ്റേറ്റ് ബോൺ ആൻഡ് ബോട്ടപ്പ്. നമ്മൾ കുറച്ച് സമയം പുറത്ത് ഒഴിച്ച് ബാക്കി എല്ലാ സമയവും ഈ സ്റ്റേറ്റിൽ തന്നെ ഉണ്ടായിരുന്നു. ഈച്ച് ഗവൺമെൻറ് ഹാസ് ഗോട്ട് ഇറ്റ്സ് ഓൺ പോളിസി. അവരുടെ പ്രിഫേർഡ് ഓഫീസേഴ്സൊക്കെ ഉണ്ടായിരിക്കാം. ഇതിൽ എനിക്ക് പറയാൻ പറ്റുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, സെൻകുമാർ ഈസ് നോട്ട് ലോക്നാഥ് ബെഹ്റ. ഇപ്പോൾ ലോക്നാഥ് ബെഹ്റയെ ആഗ്രഹമുള്ളൊരു സർക്കാരിന് സെൻകുമാറിനെ പറ്റില്ല, അതെനിക്കറിയാം. ദാറ്റ് ഈസ് ഫോർ ദ ഗവൺമെൻറ് ടു ഡിസൈഡ്. ഇൻ എനി കേസ് ഐ കനോട്ട് ബിക്കം ബെഹ്റ. ദാറ്റ് ഈസ് മൈ പ്രോബ്ലം. സെൻകുമാർ ക്യാൻ ബി സെൻകുമാർ, ബെഹ്റ ക്യാൻ ബി ബെഹ്റ. കാവ്യനീതി എന്നോണം പുതിയ വിജിലൻസ് ഡയറക്ടറാവുന്ന ജേക്കബ് തോമസിന്റെ പ്രതികരണം അർദ്ധഗർഭമായിരുന്നു. ഏത് സ്ഥാനചലനത്തിന് പിന്നിലും ഒരു സന്ദേശമുണ്ടാകുമെന്ന് ജേക്കബ് തോമസ് പറഞ്ഞു വെച്ചപ്പോൾ അതെവിടെയൊക്കെയോ കൊള്ളുന്നത് പോലെ തോന്നി. എല്ലാ ഉത്തരവാദിത്തങ്ങൾക്കും ഒരു ഭംഗിയുണ്ടല്ലോ, എല്ലാത്തിലും മെസ്സേജുകളില്ലേ നല്ലതും. സർക്കാരിനെ വിമർശിച്ച സെൻകുമാറിനുള്ള മറുപടി പിന്നെ പറയാമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. കഴിഞ്ഞ UDF സർക്കാർ അധികാരത്തിൽ വന്നയുടനെ അതിനു മുമ്പത്തെ LDF സർക്കാർ നിയോഗിച്ച ഒരു ഉദ്യോഗസ്ഥരെയും മാറ്റിയിരുന്നില്ല എന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടി. ഏതായാലും
ശ്രീ സെൻകുമാർ വളരെ സമർത്ഥനായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. മുഖം നോക്കാതെ നിയമം നീതി നടപ്പാക്കുന്ന കാര്യത്തിൽ വളരെയേറെ പ്രാഗൽഭ്യം ഉള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അനുഭവം. കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ നിന്നും കേരളത്തിലേക്ക് മടങ്ങിവരാൻ താൽപ്പര്യം പ്രകടിപ്പിച്ച DGP മഹേഷ് കുമാർ സിംഗ്ലയെ ഒഴിവാക്കി ഒരു വർഷം മുമ്പാണ് ക്രമസമാധാന പാലന ചുമതലയുള്ള DGPയായി സർക്കാർ നിയമിച്ചത്. 1991 അധികാരത്തിലെത്തിയ കരുണാകരൻ സർക്കാർ അന്നത്തെ DGP രാജഗോപാലൻ നായരെ മാറ്റി TV വെങ്കടാചലത്തെ നിയമിച്ചിരുന്നു. 2001 അധികാരത്തിലെത്തിയ AK ആന്റണിയും അന്നത്തെ DGP പത്മനാഭനെ മാറ്റി ജോസഫ് ഡഗ്ലസിനെ നിയമിച്ചിരുന്നു. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് സീനിയർ ഉദ്യോഗസ്ഥരെ പുറത്തു നിർത്തി താരതമ്യേന ജൂനിയർ ഉദ്യോഗസ്ഥരെ നിയമിച്ച സർക്കാരിൻ്റെ നടപടി വിമർശന വിധേയവുമായിരുന്നു. S. ജീവൻകുമാർ, തിരുവനന്തപുരം. വിവാദങ്ങളില്ലാതെ സമവായത്തിന്റെ അടിസ്ഥാനത്തിൽ ജലവൈദ്യുത പദ്ധതികൾ നടപ്പാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് വൈദ്യുതി ദേവസ്വം ബോർഡ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ശബരിമലയിലെ സ്ത്രീ പ്രവേശനം സുപ്രീം കോടതിയുടെ പരിഗണനയിലാണെന്നും ഇക്കാര്യത്തിൽ സർക്കാർ തീരുമാനമൊന്നും കൈക്കൊണ്ടിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ വൈദ്യുതി ക്ഷാമം കണക്കിലെടുത്ത് പുതിയ പദ്ധതികൾ അനിവാര്യമാണ്. നിലവിൽ 1200 മെഗാവാട്ട് വൈദ്യുതിയുടെ കുറവാണുള്ളത്. വിവാദങ്ങൾ കിടന്നൽകാതെ സമവായത്തിലൂടെ ജലവൈദ്യുത പദ്ധതികൾ നടപ്പാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. ആ പദ്ധതിയെ സംബന്ധിച്ച് ചില വിവാദങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ആ വിവാദങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ മുന്നണിയിലും പൊതുസമൂഹത്തിലും വിവാദങ്ങൾ ഉന്നയിക്കുന്നവരുമായിട്ടെല്ലാം കൂടിയാലോചന നടത്താനാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, കൺഫ്രണ്ടേഷൻ്റെ ഒരു പാതയില്ലെന്ന്. ക്ലിയർ ആകേണ്ട വേറെന്ത് കാര്യമാണ്? അത് നടപ്പിലാക്കിയേ പറ്റുമെന്ന് ഞങ്ങൾക്ക് നിർബന്ധ ബുദ്ധിയൊന്നുമില്ല. ജനങ്ങൾക്ക് ആവശ്യമുണ്ട്, നാട്ടുകാർക്ക് ആവശ്യമുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രമേ ഞങ്ങൾ ഇടപെടുന്നുള്ളൂ. മുടങ്ങിക്കിടക്കുന്ന പദ്ധതികൾ എത്രയും വേഗം പൂർത്തിയാക്കും. സോളാർ, വിൻഡ് പദ്ധതികൾക്കും പ്രാമുഖ്യം നൽകും. ഒരു വർഷത്തിനുള്ളിൽ സോളാറിൽ നിന്ന് 50 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ലക്ഷ്യമിടുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. 50 വർഷം മുൻകൂട്ടി കണ്ട് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. വൈദ്യുതി മുടങ്ങുന്നത് അറിയിക്കാൻ SMS സംവിധാനം ഏർപ്പെടുത്തും. ബില്ലടയ്ക്കാൻ ഓൺലൈൻ സംവിധാനം കൊണ്ടുവരുമെന്നും വൈദ്യുതി മന്ത്രി വ്യക്തമാക്കി. ദേവസ്വം ബോർഡ് നിയമനങ്ങൾ PSCക്ക് വിട്ടതിൽ അപാകതയില്ലെന്നും അഴിമതി കുറയ്ക്കാനാകുമെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ജിഷ വധക്കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ സാമ്പിളുകളിൽ കൊലയാളിയുടെ DNA കണ്ടെത്തി. ജിഷയുടെ നഖത്തിൽ കണ്ടെത്തിയ ചർമ്മകോശങ്ങളിൽ നിന്നാണ് DNA ലഭിച്ചത്. വാതിൽക്കുളത്തിൽ പുരണ്ട രക്തത്തിൽ നിന്നും DNA ലഭിച്ചു. കടിയേറ്റ പാടിൽ നിന്ന് ആദ്യം തിരിച്ചറിഞ്ഞതും ഇതേ DNA തന്നെയാണ്. ജിഷയുടെ ചുരിദാറിൽ കടിയേറ്റ ഭാഗത്ത് പറ്റിയിരുന്ന ഉമിനീരിൽ നിന്നും ശേഖരിച്ച DNA ഫലമാണ് ആദ്യം പോലീസിന് ലഭിച്ചത്. ഇത് കൊലയാളിയുടേതാണ് എന്ന് ഉറപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. തുടർന്ന് കൂടുതൽ സാമ്പിളുകൾ അന്വേഷണ സംഘം പരിശോധനയ്ക്ക് അയക്കുകയായിരുന്നു. ജിഷയുടെ നഖത്തിനിടയിൽ കണ്ടെത്തിയ ചർമ്മകോശങ്ങളിൽ നിന്നുള്ള DNAയും വാതിൽക്കുളത്തിൽ നിന്നും ലഭിച്ച രക്തത്തിൽ നിന്നും ശേഖരിച്ച DNAയുമാണ് പരിശോധനയ്ക്ക് അയച്ചത്. ഈ 2 DNAയും നേരത്തെ ശേഖരിച്ച ഉമിനീരിലടങ്ങിയ DNAയും ഒരാളുടേതാണ് എന്ന് പരിശോധനാഫലത്തിൽ വ്യക്തമായി. ഇതോടെ പോലീസിന് ലഭിച്ച DNA ജിഷയുടെ ഘാതകൻ്റേതാണെന്ന് ഉറപ്പായിരിക്കുകയാണ്. ജിഷയെ കൊലപ്പെടുത്തുന്ന സമയത്ത് കൊലയാളിക്ക് പരിക്കേറ്റിരുന്നുവെന്നും DNA ഫലം തെളിയിക്കുന്നു. സംശയമുള്ളവരുടെ DNAയുമായി പരിശോധന ഫലം ഒത്തുപോയാൽ ജിഷയുടെ കേസ് പോലീസിന് എളുപ്പം തെളിയിക്കാനാകും. അയൽവാസികളുടെയും ജിഷയുടെ അമ്മ, സഹോദരി തുടങ്ങിയ ബന്ധുക്കളുടെയും മൊഴിയിൽ നിന്നുള്ള സൂചനകൾ അനുസരിച്ച് സംശയമുള്ളവരെ വീണ്ടും ചോദ്യം ചെയ്യുകയും അവരുടെ DNAയുമായി താരതമ്യ പരിശോധന നടത്താനുമാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സർക്കാർ ഡോക്ടർമാരുടെ പെൻഷൻ പ്രായം കൂട്ടാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ. ആവശ്യമുള്ള അത്രയും ഒഴിവുകളിലേക്ക് PSC ലിസ്റ്റിൽ നിന്നും നിയമനം നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. ആശുപത്രികളിലെ ജീവനക്കാരുടെ സ്റ്റാഫ് പാറ്റേൺ പുതുക്കുന്ന കാര്യത്തിൽ 1 വർഷത്തിനുള്ളിൽ തീരുമാനമെടുക്കും. സംസ്ഥാനത്ത് പൊതുവായ ആരോഗ്യനയം ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നും മന്ത്രി KK ശൈലജ പറഞ്ഞു. പ്രസ് ക്ലബിന്റെ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ആരോഗ്യമന്ത്രി. PSC നിയമനം വരും. അടുത്ത് തന്നെ ലിസ്റ്റ് എടുക്കാൻ സാധിക്കും. അതിനിടയിൽ എന്തെങ്കിലും സ്കേഴ്സിറ്റി ഉണ്ടെങ്കിൽ അവർക്ക് അത്രയും പേർക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്ന കാര്യം പരിഗണിക്കാവുന്നതാണ് എന്നാണ് പറഞ്ഞത്. പെൻഷൻ പ്രായം കൂട്ടുമെന്ന് പറഞ്ഞിട്ടേ ഇല്ല. അതിനെക്കുറിച്ച് ആലോചിക്കാം. PSC ലിസ്റ്റിൽ നിന്ന് പൂർണ്ണമായിട്ടും നിയമിക്കാൻ തീരുമാനിച്ചിട്ട് അത്രയധികം ഒഴിവുകൾ കേരളത്തിലുണ്ട്. അത് നിയമിച്ചാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞ എക്സ്പീരിയൻസ് ഹാൻഡ്സിന് കൂടി ഇതിൻ്റെ കൂടെ വേണമെന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ആലോചിക്കുന്നത്. കർഷകരെ സഹായിച്ചിരുന്ന ഫീൽഡ് ഓഫീസുകൾ അടച്ചുപൂട്ടാൻ റബ്ബർ ബോർഡിന്റെ നീക്കം നടക്കുന്നു. ചെലവ് ചുരുക്കൽ പദ്ധതിയുടെ പേരിൽ ആദ്യഘട്ടത്തിൽ അടച്ചുപൂട്ടുന്നത് 6 ഓഫീസുകളാണ്. റബ്ബർ ബോർഡ് തീരുമാനം വൻകിടക്കാരെ സഹായിക്കാനാണെന്ന ആരോപണം ശക്തമാവുകയാണ്. സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിലായി 60ഓളം ഫീൽഡ് ഓഫീസുകളുണ്ട്. റബ്ബർ കർഷകർക്ക് സബ്സിഡി അടക്കം നൽകി വരുന്ന ഈ ഫീൽഡ് ഓഫീസുകൾ ചെലവ് ചുരുക്കൽ പദ്ധതിയുടെ ഭാഗമായിട്ട് അടച്ചുപൂട്ടാനാണ് റബ്ബർ ബോർഡ് തീരുമാനം. ആദ്യഘട്ടമെന്ന നിലയിൽ പള്ളിക്കര, ആര്യങ്കാവ്, പാണ്ടിക്കാട്, ഏറ്റുമാനൂർ, പാമ്പാടി, പെരുവ എന്നിവിടങ്ങളിലെ 6 ഫീൽഡ് ഓഫീസുകൾ ജൂൺ 30 അടച്ചുപൂട്ടും. റബ്ബർ ബോർഡ് തീരുമാനം വൻകിടക്കാരെ സഹായിക്കാനാണെന്ന ആരോപണം ശക്തമായി. CPIM കോട്ടയം ജില്ലാ സെക്രട്ടറി VN വാസവൻ.
ഭാവിയിൽ റബ്ബർ കൃഷിക്കാരെ വലിയ രൂപത്തിൽ കൃഷിയിൽ നിന്ന് പിന്തിരിപ്പിക്കാനും അതോടൊപ്പം ഇന്ത്യയിലെ ബഹുരാഷ്ട്ര ഭീമന്മാരായിട്ടുള്ള റബ്ബർ കമ്പനിക്കാർക്ക് യഥേഷ്ടം റബ്ബർ ഇറക്കുമതി ചെയ്യുക എന്ന കേന്ദ്ര ഗവൺമെന്റ് നയം അനുസ്യൂതം തുടരാനുമാണ് ഇപ്പോൾ ഇവർ ചെയ്തു വരുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് ഫലമുണ്ടാകുന്നത്. അടച്ചുപൂട്ടുന്ന ഓഫീസുകളിലെ ജീവനക്കാരെ അസം, ഒറീസ, ത്രിപുര എന്നിവിടങ്ങളിലേക്ക് മാറ്റാനുള്ള ആലോചന റബ്ബർ ബോർഡിൽ തുടരുകയാണ്. സംസ്ഥാനത്തെ റബ്ബർ കൃഷി വികസനം പൂർണ്ണമായും അവസാനിപ്പിച്ച് റബ്ബർ ബോർഡിന്റെ ആസ്ഥാനം വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് മാറ്റുവാനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പുതിയ തീരുമാനമെന്നാണ് അറിയുന്നത്. ഇതിനെതിരെ കർഷകർ പ്രതിഷേധവുമായി രംഗത്തെത്തി കഴിഞ്ഞിരിക്കുന്നു. കോട്ടയത്ത് നിന്നും ടി.പി. പ്രശാന്ത്. ഇനി മറ്റു ചില വാർത്തകൾ ചുരുക്കം. BSNL മൊബൈൽ ഫോണിലേക്ക് വരുന്ന കോളുകൾ സൗജന്യമായി BSNL ലാൻഡ് ലൈനിലേക്ക് തിരിച്ചുവിടാൻ സൗകര്യം ഏർപ്പെടുത്തി. വീടിനുള്ളിൽ റേഞ്ച് കുറഞ്ഞു വരികയും വിളി മുറിയുകയും ശബ്ദം വ്യക്തമല്ലാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ലാൻഡ് ഫോണിലൂടെ മെച്ചപ്പെട്ട സേവനം ലഭ്യമാക്കാനാണ് പദ്ധതിയെന്ന് കേന്ദ്ര ടെലികോം മന്ത്രി രവിശങ്കർ പ്രസാദ് പറഞ്ഞു. +2 ഏകജാലക പ്രവേശനത്തിനായി അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂൺ 4 വരെ നീട്ടി. ഇസ്ലാമിക് സ്റ്റേറ്റിനെ തുരത്താനുള്ള ഓപ്പറേഷന്റെ ഭാഗമായി ഫലൂജയിൽ ശക്തമായ പോരാട്ടം. ഓപ്പറേഷൻ വിജയകരമായി 2ാം ഘട്ടം പൂർത്തിയാക്കിയെന്ന് ഇറാഖ് സേന അറിയിച്ചു. സച്ചിൻ ടെണ്ടുൽക്കർ നാളെ തിരുവനന്തപുരത്തെത്തും. ICLലെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിന്റെ പുതിയ നിക്ഷേപ പങ്കാളികളെ സച്ചിൻ പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. തിരുവനന്തപുരത്തെത്തുന്ന സച്ചിൻ ടെണ്ടുൽക്കർ ഉച്ചയ്ക്ക് 12 മണിക്ക് നിർണായകമായ പ്രഖ്യാപനം നടത്തുമെന്ന് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് അറിയിച്ചു. പുതിയ നിക്ഷേപകരുമായി ഇന്ന് തിരുപ്പതിയിൽ കൂടിക്കാഴ്ച നടത്തിയ സച്ചിൻ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനുമായും ചർച്ച നടത്തിയേക്കും. നിലവിൽ ഹൈദരാബാദ് ആസ്ഥാനമായ പ്രസാദ് ഗ്രൂപ്പിന് 80%, സച്ചിന് 20% ഓഹരികളാണ് കൈവശമുള്ളത്.